How to create a company in Tally Prime. Tally Prime icon open ചെയ്യുക. Gateway of Tallyയിൽ റൈറ്റ് സൈഡിൽ F3 ക്ലിക്ക് ചെയ്യുക. ഫംഗ്ഷൻ കീ F3. ക്രിയേറ്റ് കമ്പനി ക്ലിക്ക് ചെയ്യുക. ഡീറ്റെയിൽ കൊടുക്കുക. ഫസ്റ്റ് കാണിച്ചിരിക്കുന്നത് കമ്പനി ഡാറ്റ പാത്ത് സിയിൽ ആണ് സേവ് ചെയ്യുന്നത് ഡാറ്റ. ദെൻ കമ്പനി നെയിം എൻ്റർ ചെയ്ത് കൊടുക്കുക. മെയിലിംഗ് നെയിം സെയിം തന്നെയായിരിക്കും. കമ്പനിയുടെ അഡ്രസ് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കുക. ദെൻ റീജിയൻ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇതിലിപ്പം സൗദി അറേബ്യയാണ് കൺട്രി ആക്റ്റീവായി നിൽക്കുന്നത്, അതുകൊണ്ടാണ് റീജിയൻ വേറെ വരുന്നത്. മക്ക, റിയാദ് അങ്ങനെയെല്ലാം വരുന്നത് സൈഡിൽ. കൺട്രി ഞാൻ ഇന്ത്യ കൊടുത്തു. ലിസ്റ്റിൽ നിന്ന് ഇന്ത്യ സെലക്ട് ചെയ്തു. ഇനിയിപ്പം സ്റ്റേറ്റ് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് കേരള സെലക്ട് ചെയ്തു. ഏത് സ്റ്റേറ്റാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക. ലിസ്റ്റിൽ നിന്ന് കേരള സെലക്ട് ചെയ്തു. പിൻകോഡ്, ടെലിഫോൺ നമ്പർ, മൊബൈൽ നമ്പർ, ഫാക്സ് നമ്പർ, ഇമെയിൽ അഡ്രസ്സ് കമ്പനിയുടെ, ദെൻ വെബ്സൈറ്റ് അഡ്രസ്സ് ഇത്ര എൻ്റർ ചെയ്ത് കൊടുക്കുക. പിന്നെ ബേസ് കറൻസി സിമ്പിൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇന്ത്യ സെലക്ട് ചെയ്തതുകൊണ്ട് വന്നിട്ടുണ്ട്. അതുപോലെ ഫോമൽ നെയിം INR അതും വന്നിട്ടുണ്ട്. ഇനി ഫിനാൻഷ്യൽ ഇയർ ബിഗിനിങ് ഫ്രം ഇതിൽ വന്നിരിക്കുന്നത് 1 April 2023 ആണ്. ബുക്സ് ബിഗിനിങ് ഫ്രം സെയിം ഡേറ്റ് ആയിരിക്കും. ഇപ്പം ഡേറ്റ് ചേഞ്ച് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ ഇയർ ഇപ്പം 22 ആണെന്നുണ്ടെങ്കിൽ 22 കൊടുക്കുക 1 April. ദെൻ എൻട്രി ചെയ്ത് ആക്സെപ്റ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ വന്നിട്ട് നമുക്ക് ഫോമൽ നെയിം ബേസ് കറൻസി സിമ്പിളൊക്കെ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ചേഞ്ച് ചെയ്യാം കേട്ടോ. ദെൻ ആക്സെപ്റ്റ് എസ് ഓർണോ ചോദിക്കും. എസ് കൊടുക്കാം. കമ്പനി ക്രിയേറ്റഡ് സക്സസ്ഫുള്ളി. ഇനി ഇവിടെ കുറേ ഫീച്ചേഴ്സ് കാണിച്ചിട്ടുണ്ട്. അക്കൗണ്ടിങ്, മെയിൻറ്റെയിൻ അക്കൗണ്ട്സ്, എനേബിൾ ബിൽ വൈസ് എൻട്രി, കോസ്റ്റ് സെൻറ്റേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ എസ് കൊടുക്കാം. ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ എസ് കൊടുക്കാം. ഇൻവെൻട്രി, മെയിൻറ്റെയിൻ ഇൻവെൻട്രി ഇവിടെ എസ് ആണ് ഓൾറെഡി. ഇൻവെൻട്രി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, സ്റ്റോക്കാണ്. സ്റ്റോക്ക് ഡീറ്റെയിൽസ് കൂടി എൻട്രി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ എസ് കൊടുക്കുക. ഇൻ്റഗ്രേറ്റ് അക്കൗണ്ട്സ് വിത്ത് ഇൻവെൻട്രി ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എസ് കൊടുക്കുക. ഇൻവെൻട്രി വേണ്ടാന്നുണ്ടെങ്കിൽ നോ കൊടുക്കുക. എനേബിൾ മൾട്ടിപ്പിൾ പ്രൈസ് ലെവൽസ്, എനേബിൾ ബാച്ചസ്, അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഓപ്ഷൻസിൽ നമുക്ക് ആക്റ്റീവ് ആക്കേണ്ടത് മാത്രം എസ് കൊടുത്തിട്ട് ബാക്കിയെല്ലാം നോ കൊടുത്തേക്കുക. എനേബിൾ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് ഇവിടെ ഓൾറെഡി എസ് ആണ്. ദെൻ എനേബിൾ ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് TDS വേണമെന്നുണ്ടെങ്കിൽ അവിടെ എസ് കൊടുക്കുക. എക്സൈസ്, എനേബിൾ എക്സൈസ്, എനേബിൾ സർവീസ് ടാക്സ്. അപ്പം ഇതിൽ എന്തൊക്കെയാണോ നമുക്ക് ആക്റ്റീവ് ആക്കേണ്ടത് അവിടെ എസ് കൊടുക്കുക, അല്ലാത്തത് നോ കൊടുക്കുക. ദെൻ ആക്സെപ്റ്റ് ചെയ്യുക. എൻ്റർ ചെയ്ത് ആക്സെപ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ Ctrl+A എന്നുള്ള കീ പ്രസ് ചെയ്താൽ മതി. ആക്സെപ്റ്റ് ചെയ്തോളൂ. നമ്മളവിടെ GST ആക്റ്റീവ് ആക്കിയതുകൊണ്ട് GST ഡീറ്റെയിൽസ് ഇവിടെ വന്നിട്ടുണ്ട്. GST രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് ആണത്. സ്റ്റേറ്റ് കേരളയാണ്. ദെൻ ബാക്കി ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കണമെങ്കിൽ എൻ്റർ ചെയ്ത് കൊടുക്കാം. അതുപോലെ ഇവിടെ അഡീഷണൽ ഫീച്ചേഴ്സ് ഉണ്ട്. ഇതൊക്കെ എസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ എസ് കൊടുക്കാം. അതൊക്കെ ആക്ടിവേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാത്രം എസ് കൊടുത്താൽ മതി, അല്ലെങ്കിൽ നോ തന്നെ കൊടുത്തേക്കുക. ഇവിടെയും കൊടുത്തിട്ടുണ്ട് ത്രെഷോൾഡ് ലിമിറ്റ്, ഇതെല്ലാം കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതെല്ലാം ആക്റ്റീവ് ആക്കണം എന്നുണ്ടെങ്കിൽ എസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കുക. ദെൻ ആക്സെപ്റ്റ് ചെയ്തേക്കുക. Ctrl+A കൊടുത്ത് ആക്സെപ്റ്റ് ചെയ്തോളൂ. ഓക്കെ, നമ്മുടെ കമ്പനി ഓൾറെഡി ക്രിയേറ്റ് ചെയ്തു. XYZ എന്നുള്ള കമ്പനി ക്രിയേറ്റ് ചെയ്തു. ഇനി ഇതിലിപ്പോൾ നോ വൗച്ചേഴ്സ് എൻറ്റേർഡ് ആണ്. വൗച്ചേഴ്സ് എൻ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുവഴി ഗേറ്റ്വേ ഓഫ് ടാലി വഴി നമുക്ക് അക്കൗണ്ട്സ് ക്രിയേറ്റ് ചെയ്യാം, ലെഡ്ജേഴ്സ് ക്രിയേറ്റ് ചെയ്യാം, വൗച്ചേഴ്സ് ക്രിയേറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ കമ്പനിക്കകത്ത് ട്രാൻസാക്ഷൻസ് എൻ്റർ ചെയ്യാം. ട്രാൻസാക്ഷൻസ് എൻ്റർ ചെയ്യുന്ന വീഡിയോ ഒക്കെ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇത് ഫ്രഷേഴ്സിന് വേണ്ടി വീണ്ടും ഞാനൊരു വീഡിയോ ഇട്ടതാണ്. ടാലി പ്രൈമിൽ കമ്പനി ക്രിയേഷൻ. ഓക്കെ.